ബ്രോ ഈ ഒറിജിനലിനേക്കാൾ മികച്ചതായി തോന്നിയ റീമേക്ക് ഏതാണ്, ഒറിജിനലിനോട് നീതി പുലർത്തിയ റീമേക്ക് ഏതാണ്, ഇങ്ങനെയുള്ള കമന്റുകൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. സോ ആ ഒരു വിഷയത്തിൽ നമുക്കൊരു എക്സാമ്പിളോട് കൂടി സംസാരിക്കാം. അപ്പോൾ ഒരു ഒറിജിനലിനെയും റീമേക്കിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ഡിസൈഡിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് സ്വജനപക്ഷപാതമാണ്. എന്ന് വെച്ചാൽ എന്റെ ഭാഷയിൽ വന്നത് ഏതാണോ, അതിപ്പോൾ ഒറിജിനൽ ആണെങ്കിലും റീമേക്ക് ആണെങ്കിലും അതാണ് ബെറ്റർ എന്നൊരു ചിന്താഗതി. ഫോർ എക്സാമ്പിൾ ദബാങ് എന്ന സിനിമ ബോളിവുഡിലെ ഒരു കൾട്ട് ക്ലാസിക് ആണ്. പക്ഷേ ആന്ധ്ര സ്റ്റേറ്റിൽ ഒരാളോട് ഇത് ചോദിച്ചാൽ ഗബ്ബർ സിംഗ് എന്ന സിനിമ ഒറിജിനലിനേക്കാൾ ഒരുപടി മുകളിലാണെന്ന് അവർ പറയും. ഇങ്ങനെയുള്ള ധാരാളം കമന്റുകൾ ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. ഇതവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല, മറിച്ച് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വജനപക്ഷപാതം. ഇനി ഔൺ ലാംഗ്വേജ് എന്ന ആ ഒരു ക്രൈറ്റീരിയ മാറ്റി നിർത്തിയാൽ അടുത്തതായി വരുന്ന ഒരു ഡിസൈഡിംഗ് ഫാക്ടറാണ് ഫസ്റ്റ് ഇൻ ദ ലൈൻ ഇസ് ദ ബെസ്റ്റ് ഇൻ ദ ലൈൻ. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ട സിനിമയായിരിക്കും നമുക്ക് കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയി തോന്നുക എന്ന്. അതിനെക്കുറിച്ച് നമുക്ക് ഈ 3 സിനിമകളെ വെച്ച് സംസാരിക്കാം. വിക്രമർക്കുഡു, സിരുദൈ, റൌഡി റാത്തോർ. നമ്മുടെ ഭാഷയിൽ ഇതിന്റെ ഒരു പതിപ്പ് ഇറങ്ങാത്തത് കൊണ്ട് ഈ കളിയുടെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ന്യൂട്രൽ ആണ്. അപ്പൊ നമുക്കിവിടെ സ്വജനപക്ഷപാതം ഇല്ല, ഉണ്ടാവില്ല. ഇനി ഈ 3-ൽ ഏതാണ് മികച്ചതെന്ന് ചോദിച്ചാൽ എന്റെ ഒരു നിഗമനത്തിൽ ഫസ്റ്റ് ഇൻ ദ ലൈൻ ഇസ് ദ ബെസ്റ്റ് ഇൻ ദ ലൈൻ കൺസെപ്റ്റ് വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണോ കൂട്ടത്തിൽ ആദ്യം കണ്ടത് അതിനെയായിരിക്കും കൂട്ടത്തിൽ ഏറ്റവും മികച്ചതായി നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ച് ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഞാൻ കാണുന്നത് സിരുദയാണ്. അപ്പൊ തീർച്ചയായും പുള്ളിയുടേതല്ല ഒറിജിനൽ എങ്കിലും എനിക്ക് ഇതൊരു കാർത്തി മൂവിയാണ്. പുള്ളിയുടെ പെർഫോമൻസ് ആണ് കൂട്ടത്തിൽ ഏറ്റവും കൺവിൻസിംഗ് ആയി തോന്നിയിട്ടുള്ളതും, പ്രത്യേകിച്ച് പടത്തിലെ കോമഡിയുടെ കാര്യത്തിൽ. ആൻഡ് ഓൾസോ പടത്തിന്റെ ഇന്റർവെൽ ബ്ലോക്കിൽ കാർത്തിയെ മീശയൊക്കെ പിരിച്ച് ഒരു വെറി പിടിച്ച മാസ് കഥാപാത്രമായി കണ്ടതും ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതാണ് എന്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം കണ്ട സിനിമ ഏതെന്ന് കമന്റ് ചെയ്യുക. ഓൾസോ അതുതന്നെയാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കൂട്ടത്തിലെ ബെസ്റ്റ് എന്നും മെൻഷൻ ചെയ്യുക.